നമസ്കാരം. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച ആശങ്കകൾ പുതിയതല്ല. ഇറാൻ അവരുടെ ആണവ പദ്ധതി സമാധാനപരമായ ഊർജ ആവശ്യങ്ങൾക്കാണ് എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ അത് രഹസ്യമായി ആണവായുധ വികസനത്തിലേക്കുള്ള നീക്കമാണ് എന്ന് ആരോപിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനിലുണ്ടായ ഭൂചലനം പുതിയ സംശയങ്ങൾക്ക് വഴിവെച്ചത്. ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ പലപ്പോഴും ചെറിയ ഭൂചലനങ്ങളായി രേഖപ്പെടുത്താറുണ്ട് എന്നാണ് ചരിത്രം. അതേസമയം ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക തെളിവുകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഭൂകമ്പം ഒരു സ്വാഭാവിക ഭൗമശാസ്ത്ര സംഭവ വികാസമാണ് എന്ന വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തലുകൾ ഇറാൻ ഭൂകമ്പ സാധ്യത കൂടുതൽ ഉള്ള ഒരു മേഖലയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ മേഖലയിൽ ഭൂകമ്പ സാധ്യത സ്വാഭാവികമായി കൂടുതലാണ്. ടെക്സോണിക് പ്ലേറ്റുകളുടെ ചലനം കാരണം രാജ്യത്ത് പതിവായി ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വർഷം മാർച്ചിൽ തെക്കൻ ഇറാനിലെ ഗരാഷ് മേഖലയിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴത്തെ സംഭവത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഇതിനെ സാധാരണ ഭൂകമ്പത്തിൽ നിന്നും ആഗോള സംശയത്തിലേക്ക് മാറ്റിയത്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ പരാമർശങ്ങളും ഈ ചർച്ചകൾക്ക് ആക്കം കൂട്ടുകയാണ്. ചൈനയിലേക്കുള്ള നയതന്ത്ര യാത്രകൾക്ക് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇറാനെ ഒരു ആണവ ശക്തിയാക്കാൻ അനുവദിക്കില്ല എന്ന തന്റെ പഴയ നിലപാട് ട്രംപ് വീണ്ടും ആവർത്തിച്ചത്. ഇറാനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. അതായത് അവർക്ക് ആണവായുധം ഉണ്ടാകില്ല എന്നായിരുന്നു ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ്. അമേരിക്കയുടെ സാമ്പത്തിക ബാധ്യതയേക്കാൾ വലിയ വിഷയം ഇറാന്റെ ആണവശേഷിയാണ് എന്ന് ട്രംപ് തുറന്നടിക്കുന്നു. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു കാര്യമാണ്. ഈ യുദ്ധം ഇത്രയും നീളുമെന്ന്, ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അമേരിക്കൻ ഭരണകൂടം ആദ്യഘട്ടത്തിൽ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പ്രത്യേകിച്ച് ഇറാന്റെ സൈനിക തന്ത്രപരമായ ശേഷിയെ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും വലിയ തോതിൽ കുറച്ചു കാണുന്നു എന്ന വിമർശനം ശക്തമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സമ്മർദ്ദത്തിലാക്കി ഇറാനെ മുട്ടുമടക്കാമെന്ന അല്ലെങ്കിൽ മുട്ടുമടക്കിക്കാമെന്ന കണക്കുകൂട്ടലായിരുന്നു അമേരിക്കയും ഇസ്രായേലും. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ അപ്പാടെ പാളിപ്പോവുകയാണ്. എന്തായാലും ഹോർമോസ് കടലിടുക്ക് അടച്ചുകൊണ്ടും മേഖലയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടും ആഗോള എണ്ണ വിപണിയെ വളരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടും ഇറാൻ തങ്ങളുടെ കരുതിയതിലും ശക്തമായ എതിരാളിയാണ് എന്ന് ലോകത്തിനു മുന്നിൽ തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇറാനിൽ ഉണ്ടായ ഭൂചലനവും ആണവ പരീക്ഷണ സംശയങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്കുള്ളിലെ ആശങ്കയും വർദ്ധിക്കുകയാണ്. കാരണം യുദ്ധം വെറുമൊരു സൈനിക ഏറ്റുമുട്ടലിൽ ഒതുങ്ങുന്നില്ല. അതിപ്പോൾ ആണവ ഭീഷണിയുടെയും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെയും ദിശയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ ഭയമാണ്. എന്തായാലും ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇപ്പോഴത്തെ ഭൂചലനത്തെ ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കൂടുതൽ രാഷ്ട്രീയ നിറം നൽകുകയാണ്. പ്രത്യേകിച്ച് ഫെബ്രുവരി അവസാനം അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ സംയുക്ത ആക്രമണം ആരംഭിച്ചതിന് ശേഷം പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി മാറിയിരിക്കുകയാണ്. അതിന് പിന്നാലെ ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമോസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനം ഇറാൻ തടഞ്ഞത് ആഗോള വിപണിയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരുന്നു. ലോക എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% ദിനംപ്രതി കടന്നുപോവുകയാണ് ഈ പാതയിലൂടെ. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയും സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും യുദ്ധം ആരംഭിച്ച 74 ദിവസങ്ങൾക്കുള്ളിൽ മാത്രം അമേരിക്കയ്ക്ക് $29 ബില്യൺ നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് യുദ്ധോപകരണങ്ങളുടെയും സൈനിക സംവിധാനങ്ങളുടെയും നഷ്ടം മാത്രമാണ്. സൈനിക താവളങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും സംഭവിച്ച നാശനഷ്ടങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ് $1.5 ട്രില്യൺ അധിക പ്രതിരോധ ചെലവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇറാനിലെ ഭൂചലനം കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് യുദ്ധവും സാമ്പത്തിക ഉപരോധങ്ങളും തുടരുമ്പോൾ മറുവശത്ത് ഇറാന്റെ ആണവ പദ്ധതികൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന സംശയവും ഉയരുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ കുറിച്ച് തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകുന്ന സാഹചര്യത്തിൽ ഭൂചലനവുമായി ബന്ധപ്പെട്ട ഓരോ വിവരവും ഇപ്പോൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്.
ചുരുക്കത്തിൽ ഇപ്പോൾ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വർഷങ്ങളോളം ഉപരോധങ്ങളും ഭീഷണികളും സൈനിക സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ച് മുട്ടുകുത്തിക്കാമെന്ന് കരുതിയ ഇറാന് ഇന്ന് ആ പഴയ ഇറാൻ അല്ല. സ്വന്തം രാജ്യത്തെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കാൻ ഏതോ നിമിഷവും എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയാണ് ഇന്ന് അവിടെയുള്ളത്. അത് വെറുമൊരു ഇറാന്റെ സൈന്യം മാത്രമല്ല, തെരുവുകളിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളിൽ നിന്നും വിപ്ലവ ഗാർഡുകൾ വരെ രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന ഓരോ നിമിഷത്തിലും ഒരേ മനസ്സോടെ മുന്നിൽ നിൽക്കാൻ തയ്യാറായ ഒരു ശക്തിയാണ് ഇറാൻ. ആ ഇറാനെ തടുക്കാനോ നശിപ്പിക്കാനോ ഒരു ട്രംപിനും ആകില്ല.